അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കേരളത്തിലെ സർക്കാർ രൂപീകരിക്കുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. ഈ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമെന്ന് അവർക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വർഷവും തങ്ങളുടെ ഭരണം ഏത് നിലയിലാണ്, ജനങ്ങൾ ഏത് നിലയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ വിമർശിക്കുന്നുണ്ടോ, സംതൃപ്തരാണോ എന്ന പരീക്ഷണങ്ങളും പരീക്ഷയും നടത്തേണ്ടത് ഓരോ സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ 10 വർഷം തുടർച്ചയായി ഭരിച്ച സഖാവ് പിണറായി വിജയൻ സർക്കാർ, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ, LDF സർക്കാർ അത് ചെയ്തില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. കഴിഞ്ഞ 5 വർഷം, ആ 5 വർഷത്തിൽ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യത്തെ 5 വർഷം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റും എല്ലാം നേരിടുന്നതിൽ സർക്കാർ കാണിച്ചിട്ടുള്ള ഒരു പരിധിവരെയുള്ള വിജയങ്ങളും ഒക്കെ എടുത്തു മുന്നിൽ വെച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായി വരുന്നത്. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് UDF നേതൃത്വത്തിന്റെ ഒരു ഐക്യം ജനങ്ങൾ കണ്ടതാണ് അത്ര സുഖമല്ല. അതുകൊണ്ട് തന്നെ ജനം തീരുമാനിച്ചു തുടർഭരണം മതി എന്ന്. എന്നാൽ തുടർഭരണം വന്ന ശേഷം സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം തീരെ സഹിക്കാൻ പറ്റുന്നതല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് പിണറായി സർക്കാരിന് മനസ്സിലായില്ല. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നത് കാണാതിരുന്നതാണ് ആ സർക്കാരിന്റെ പരാജയം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ട്, ജനങ്ങൾ തങ്ങൾക്കെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന നിലയിലുള്ള ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര ദയനീയമായ ഒരു പരാജയം ഉണ്ടാവുമായിരുന്നില്ല. നേരത്തെ തന്നെ തിരുത്താമായിരുന്നു. നോക്കൂ, കേരള രാഷ്ട്രീയത്തിലെ സമീപകാലത്തുണ്ടായിട്ടുള്ള ഭരണമാറ്റവും തുടർന്ന് വന്നിട്ടുള്ള ജനവിധിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും മുന്നണികൾക്കും ഏറ്റവും വലിയ ആത്മപരിശോധനയുടെ കാലഘട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വൻ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പെരുമാറ്റം, അവരുടെ ശരീരഭാഷ, വാക്യഘടന ഇതൊക്കെ അത് വെളിപ്പെടുത്തുന്നതാണ്. എത്ര സൗമ്യമായാണ്, എത്ര സുന്ദരമായാണ് അവർ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. സഖാവ് പിണറായി വിജയന്റെ ശരീരഭാഷയിലും സംസാര ഭാഷയിലും ഒക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്തരത്തില് വളരെ പ്രകടമായ മാറ്റം വരണം എന്നുള്ള ഒരു നിരീക്ഷണം ഇടതുപക്ഷ നേതാക്കളിൽ ഉണ്ടായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളോട് കുറച്ച് മയത്തിലും വിനയത്തോടും കൂടിയുള്ള ഈ ശൈലി ഭരണത്തിന്റെ തുടക്കകാലം മുതൽക്കേ നിലനിർത്തിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ രണ്ടാം തുടർഭരണം കിട്ടിയപ്പോഴെങ്കിലും അത് അനുവർത്തിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു 3ാം പിണറായി സർക്കാർ ചരിത്രം കുറിച്ചേനെ എന്ന ചിന്ത പ്രസക്തമാവുകയാണ്. ഇതുമായി ബന്ധപ്പെടുത്തി വേണം മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ PK ശ്രീമതി ടീച്ചറുടെ ഏറ്റവും പുതിയ പ്രതികരണങ്ങളെ നോക്കിക്കാണാൻ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച അവർ പാർട്ടി നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് അങ്ങേയറ്റം തുറന്നതും സ്വയം വിമർശനപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം ചരിത്രത്തിൽ എങ്ങും ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും കാണാത്ത വിധത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും മുന്നണിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പാർട്ടി ഗൗരവമായി പരിശോധിക്കുകയാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. ലജ്ജാകരമെന്നും അങ്ങേയറ്റം നാണംകെട്ട തോൽവി എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ജനപതിയെ സ്വയം വിമർശനപരമായി തന്നെയാണ് കാണുന്നത് എന്നാണ് അവർ തുറന്ന് സമ്മതിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ നിസ്സംഗത തന്നെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. പുറമെ ചിരിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത പലരുടെയും ഉള്ളിലെ അസ്വസ്ഥതകൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം കോട്ടയായ കണ്ണൂരിലെ പയ്യന്നൂരിൽ പോലും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഗ്രൂപ്പ് ചേരിതിരിവുകളും വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. 1 മാസം മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടും ജനങ്ങളുടെ യഥാർത്ഥ മനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മയായി കാണുന്നുണ്ട്. പദവിന് വിപരീതമായി പുതിയ സർക്കാരിനെ, അതായത് അവരുടെ അന്നത്തെ പ്രതിപക്ഷത്തെ, ഇന്നത്തെ സർക്കാരിനെ, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും അവർ മടിച്ചില്ല. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് എന്നും അത്തരത്തിൽ വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് അതിന്റെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ അത് നടപ്പിലാക്കാൻ തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമാണ് എന്നും അവരുടെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നുണ്ട്. കേരളത്തിൽ പുതിയതായി അധികാരമേറ്റ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി VD സതീശന്റെയും ആദ്യ ക്യാബിനറ്റ് തീരുമാനങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കൽ എന്നീ പ്രഖ്യാപനങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന അവർ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് സ്വാഗതം ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ വോട്ടർമാർ എപ്പോഴും ഭരണാധികാരികളുടെ നന്മ തിന്മകളും പെരുമാറ്റവും കൃത്യമായി വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ടീച്ചറുടെ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. അധികാരത്തിന്റെ ഗർവോ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയോ ജനങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്ന തിരിച്ചറിവാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാക്കുകളിലെ ഇപ്പോഴത്തെ ഈ മയത്തിന് കാരണം. തെറ്റുകൾ തിരുത്താനും
ജനങ്ങളിലേക്ക് കൂടുതൽ വിനയത്തോടെ ഇറങ്ങിച്ചെല്ലാനും നേരത്തെ തന്നെ തയ്യാറായിരുന്നുവെങ്കിൽ മുന്നണിക്ക് ഈ നാണംകെട്ട പരാജയം ഒഴിവാക്കാമായിരുന്നുവെന്നും വരാനിരിക്കുന്ന കാലമെങ്കിലും കടുത്ത ആത്മപരിശോധനയുടേതാകണമെന്നും ഈ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് LDFന്റെ ചില നേതാക്കളെങ്കിലും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ആദ്യത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങൾ നോക്കുന്നത് അവരുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗവൺമെൻറ് ആ സർക്കാരിന് ജനങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് രൂപീകരിച്ചു. 21 മന്ത്രിസഭ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ വന്നു. തീർച്ചയായിട്ടും അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനം എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഒന്നിച്ചുകൂടി ഒരു ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് TV ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് തീരുമാനമാണ് പ്രധാനമായും എടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനം സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ആരംഭിക്കും. ഈ 2 തീരുമാനങ്ങളും അവരെടുത്തു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു, അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രി, അത് വിശേഷിച്ചും ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ആശാപ്രവർത്തകർ, ഞാനാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളത്തിൽ. ആ ആശാപ്രവർത്തകർക്ക് അവർക്ക് നൽകുമെന്ന് പറഞ്ഞ അലവൻസ്, വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ അലവൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാബിനറ്റ് തീരുമാനം ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് സ്വാഗതം ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ എത്രയോ നല്ല നല്ല തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ മറക്കുന്നില്ല. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തെ ഗവൺമെൻറ്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയും സമാധാനവും ആശ്വാസവും നൽകുന്ന നടപടികൾ കൈക്കൊള്ളണം. അതുതന്നെയാണ് ഞാനും അഭ്യർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ അതിലും വിശേഷിച്ച് ബഹുമാന്യനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര അനുവദിക്കും. തീർച്ചയായും അത് സ്ത്രീകളെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡൽഹിയിലും അതുപോലെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള സ്ത്രീ വോട്ടർമാർക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കടക്കം ചെറിയ പെൺകുട്ടികളെയും അത് ആകർഷിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ആണല്ലോ നമ്മളുള്ളത്. ഡൽഹിയിൽ മെട്രോയിൽ കയറിയാൽ പൈസ കൊടുക്കണ്ട, സൗജന്യമാണ്. അത് കുറച്ച് നാളായി. അത് നമ്മുടെ മുൻപത്തെ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിലും ഉണ്ട് മെട്രോയിലും ഉണ്ടല്ലോ. ഇല്ലേ? മെട്രോയിലില്ല, ബസ്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തവണ കയറി, ബസ്സിലാണെന്ന് തോന്നുന്നു. ബസ്സിലും ഡൽഹിയിലും ബസ്സിലാണ് സൗജന്യം. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഏറെ സാമ്പത്തിക ബാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരുപാട് സ്ത്രീകൾ ദിവസേന സഞ്ചരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് ഒരുപാട് ആളുകൾ KSRTCയെ തന്നെയാണ് ആശ്രയിക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്താനുള്ള വിശ്വാസം അവർക്കുണ്ടാവും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോഴേ ബസ് നിരക്ക് കൂട്ടണമെന്നും കൂടി അവർ പറയുന്നു. അപ്പോൾ അവരുടെ മേഖലയിൽ ഒരു തകർച്ച ഉണ്ടാകും. അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? ഈ അത്തരത്തിലൊരു വാദം ഉയർത്തുന്നത് ശരിയല്ല എന്ന എനിക്ക് തോന്നലാണ് എനിക്ക് കിട്ടുള്ളത്. ഇപ്പോൾ കാരണം അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ അതില്ലല്ലോ. ഇപ്പോൾ ഡൽഹി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരിയാണല്ലോ. ഇവിടെ ആ രൂപത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി, 5-10 വർഷമായല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയും പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ് ഉണ്ടാവുമല്ലോ. ഇനി പ്രൈവറ്റ് ബസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയണം. അങ്ങനെ എന്തെങ്കിലും അവർ
ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രയാസം, പ്രതിസന്ധി നേരിടുന്നു എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ. കാരണം അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടല്ല, ഒരു വ്യവസായത്തെ തകർത്തുകൊണ്ടല്ല ഒരു ക്ഷേമ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടത്. ആ വ്യവസായത്തെയും പ്രൈവറ്റ് മേഖലയിലുള്ള ബസ് സർവീസ് അത് നിലനിർത്തിക്കൊണ്ട്, അതും ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്നതാണ്. അത് നിന്നുപോയാൽ അതും വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് കാണാതെ ആയിരിക്കില്ലല്ലോ. വെറുതെ ഒരു വാഗ്ദാനം പെട്ടെന്ന് ഒരു ദിവസം ഉണർന്നെണീറ്റിട്ട് പ്രഖ്യാപിക്കുന്ന വാഗ്ദാനമായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ആലോചിച്ചിട്ടായിരിക്കും. ടീച്ചർ ഇപ്പോൾ കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടല്ലേ ഡൽഹിക്ക് വരുന്നത്? അതെ അതെ. അതായത് ഇപ്പോൾ ഈ കണ്ണൂരിലടക്കം എന്താ ശരിക്കും പാർട്ടിക്ക് സംഭവിച്ചത്? അല്ല, അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്രയും നല്ല കാര്യങ്ങൾ, 10 വർഷക്കാലം വികസനത്തിൻ്റെ രംഗത്ത് സമാനതകളില്ലാത്ത വികസനം, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ ലജ്ജാകരമായ എന്ന് തന്നെ പറയാം, അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ ആഴത്തിലുള്ള പരിശോധന എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപും ഞങ്ങൾക്ക് ഇതേ തോൽവി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുത്തനായിട്ടുള്ള തോൽവിയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ 2001 പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേവലം 40 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് 2006 വീണ്ടും വന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്ന 40 സീറ്റുകാർ ഭരണപക്ഷത്തെത്തിയപ്പോൾ 100 സീറ്റിലേക്ക് വന്നു. അന്ന് 100 സീറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരിൽ ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ചെറിയ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിന് പരാജയപ്പെട്ടു. പക്ഷേ അതിനു മുൻപ് ഇതിനേക്കാളും വലിയ പരാജയം ഇനി പാർലമെൻറ്റിലാണെങ്കിലോ 2019 2024 അതിദയനീയമായ പരാജയം നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ 2021 ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ ഒരു നല്ല വിഭാഗം മാറി മാറി ഓരോ ഗവൺമെൻറ്റിനെയും പരിശോധിച്ച് അവരുടെ നന്മതിന്മകൾ പരിശോധിച്ച് എന്നിട്ട് വോട്ട് ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. ടീച്ചറെ, ആ തോൽവിക്ക് പിന്നാലെ ടീച്ചർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ജനമനസ് അറിയാൻ കഴിഞ്ഞില്ല. അത് ജനമനസ് അറിയാൻ പാർട്ടി കഴിഞ്ഞില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവരുടെ നിസ്സംഗ മനോഭാവം കുറച്ചെന്നെ പേടിപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാ തലങ്ങളിലും ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ചപ്പോൾ അവരൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, അവർക്കൊരു ബുദ്ധിമുട്ടില്ല, എല്ലാം നന്നായിട്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഇവരുടെ മനസ്സ് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ പക്ഷെ അവരുടെ മുഖം മാത്രമേ ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിക്കുന്നില്ല, എന്നാൽ നല്ല രീതിയിൽ നമ്മളെയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആ ഒരു മനസ്സ് ഉള്ളിൽ വെച്ച് പുറത്ത് പ്രവർത്തിച്ച കുറച്ച് ആളുകൾ അവിടെയുണ്ട്. അത് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നീട് പ്രവർത്തനത്തിലൂടെ അത് ഇല്ല എന്ന് തോന്നി. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിൽ എനിക്ക് 1 മാസം അവിടെ പ്രവർത്തിച്ചിട്ടും സാധിച്ചില്ല. കാരണം പയ്യന്നൂരിൻ്റെ ജനമനസ്സ് അറിയുന്ന ഒരാളായിരുന്നു ഞാൻ 10 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ അത്രയേറെ നല്ല നന്മ നിറഞ്ഞ, യാതൊരു അസ്വസ്ഥതയില്ലാത്ത, ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂരിൻ്റെ മണ്ഡലം. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവരും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലില്ല. അവർ തമ്മിലൊരു സൗഹൃദ മത്സരം പോലെയാണ് പയ്യന്നൂരിലൊക്കെ. 2 പ്രാവശ്യം ഞാൻ മത്സരിച്ചപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആരും ആരെക്കുറിച്ചും ഒന്നും പ്രത്യേകിച്ച് പറയാറില്ല. വികസനം, കാര്യങ്ങൾ, പദ്ധതി, ഇതൊക്കെയാണ്. രാഷ്ട്രീയം പറയും. ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ജനങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കഴിഞ്ഞ ഒരു 5 വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി 2 ചേരികളായിട്ട് നിന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണെന്നുള്ളത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. Different angles. Don't forget to subscribe and support this channel.